സുഹൃത്തുക്കളെ, നമ്മുടെ നടക്കാവ് പള്ളി താനൂര്, പിന്നെ ഈ ബോളി പായസം, പിന്നെ നല്ല കിടുകിടാ നല്ല തണുപ്പുള്ള അടിപൊളി മഴ. എങ്ങനെ ഉണ്ടാവും നല്ല മഴയത്ത് ഇങ്ങനെ ഒരു പായസം കുടിച്ചാലേ. അപ്പം അങ്ങനത്തെ ഒരു സ്പോട്ടാണ് നമ്മളെ താനൂര് നടക്കാവിൽ കേട്ടോ. ഇതേ കണ്ടാണ് ഈ ബോളി ഇത് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്കുള്ള പായസം ഉണ്ട്. അപ്പോൾ ബോളി പായസം മിക്സാക്കി തവിട് പൊടിയാക്കി കൊടുക്കുന്നുണ്ട്. പാർസലുകൾ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതല്ലേ അതങ്ങനെ പൊരിച്ച് മറച്ചങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും ഒന്ന് അടിക്കാൻ വന്നു. ഇതാണ് ആ ബോളിൻ്റെ പായസം കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ സെറ്റാക്കിയാണ്ട് കൊടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം റേറ്റൊന്നുമില്ല, വെറും 50 റുപ്യ പായസത്തിന് മാത്രം കേട്ടോ. പിന്നെ 2 പായസം നമ്മൾ കുടിച്ചപ്പോൾ 100 റുപ്യെന്നുള്ളൂ. എന്തായാലും 2 പായസം ഞാൻ ഓർഡർ ചെയ്തിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോഴാണ് ഒന്ന് കുടിച്ചിട്ട് നമുക്ക് കണ്ട് മതി വരില്ല. കണ്ടില്ലേ, 4 ഐറ്റം പായസം ഇന്നുണ്ട്. ടോട്ടൽ ഒരു 5 ഐറ്റം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരുടെ അടുത്തുള്ള മെയിൻ പായസം ഒന്ന് നിൽക്കണ്ടേ. ഒന്ന് നമ്മളെ ബോളി പായസം തന്നെ, രണ്ടാമത് ശർക്കര പായസം ഉണ്ട്, മൂന്നാമത്തത് നമ്മുടെ ഒരു പരിപ്പ് അങ്ങനത്തെ ഒരു പായസം ഉണ്ടല്ലോ അത്, പിന്നെ 4മത്തെ ഡ്രൈ ഫ്രൂട്ടിൻ്റെ. അങ്ങനെ 4 പായസമാണ് ഇന്നുള്ളതെന്ന് പറഞ്ഞു. വേറൊരു പായസം കൂടി ഉണ്ട്, അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് അവിടെ ഇന്നില്ല. എന്തൊരു പായസത്തിൻ്റെ പേര് പറഞ്ഞ്, കുഴപ്പമില്ലാത്ത പായസമാണെന്നും പറഞ്ഞു. പക്ഷെ അതിന് റേറ്റും ഉണ്ട് കേട്ടോ. 50 അല്ല 60 ആണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്തായാലും പോയി കഴിച്ചു നോക്കണം. എന്താ പാർസലുകൾ കൊടുക്കുന്ന തിരക്കിലാണ് ആൾട്ടോ. എന്തായാലും കുഴപ്പമില്ല, പോയി കഴിച്ചു. ബോളി അടക്കം പായസത്തിന് എത്ര 70-88 വരുന്നുള്ളൂ. സംഭവം കിടുക്കാച്ചി. ഈ ഒരു മക്കളെ ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു ടൈമിംഗ് ആണ് ബെസ്റ്റ്. കാരണം പെരും മഴ. അതിൻ്റെ സൗണ്ട് കൊണ്ടാണ് ഞാൻ ശരിക്കും എന്താ പറയുക ഓൺ വോയിസ് പോയിട്ട് റെക്കോർഡിൽ വന്നത് അല്ലേ. ഞാൻ ആ പായസം ചോദിച്ചാൽ ഫസ്റ്റ് ഞാൻ കഴിച്ചതാണ്. നമ്മൾ ശർക്കരൻ്റെ ആളാണല്ലോ. അപ്പോൾ ശർക്കര പായസം കഴിച്ച് നല്ല ടേസ്റ്റുള്ള പായസം കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ ബോളി പായസം ഞാൻ കഴിച്ചില്ല. ബോളി പായസം പഞ്ചസാരയാണ് അധികം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര പൊതുവെ ഞാൻ കുറയ്ക്കലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ പറച്ചിലുണ്ട്, എൻ്റെ ആ പറച്ചിൽ തന്നെ കേട്ടാൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ മഴ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, നല്ല മഴ, നല്ല തണുപ്പ്. മൊത്തത്തിൽ ഞാൻ തണുത്തിരിക്കുക. ഏകദേശം നാട്ടിൽ നിന്ന് ഇതുവരെ മഴ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ചില ആംബിയൻസ് നല്ല കണ്ടില്ലേ, ആ ഒരു പള്ളി കാണാൻ തന്നെ ഭയങ്കര സൈഡ് മഴത്തിട്ട. പിന്നെ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക വണ്ടിയും ഈ ഒരു ആംബിയൻസും കണ്ട് കഴിച്ചിങ്ങനെ പോവാം. നല്ല മഴത്താണ് ഈ ഒരു പായസം, ചൂട് പായസം കഴിക്കേണ്ടത് കേട്ടോ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കണ്ടത്. അതിന് മുന്നൊന്നും കണ്ടിട്ടില്ല. ഭയങ്കര രസമല്ല ആംബിയൻസ് ഉണ്ടല്ലേ നിങ്ങൾ. ഇത്രയും സെറ്റപ്പായിട്ട് വേറെ എവിടെ കിട്ടും മക്കളെ. അവർക്ക് ബാക്കിൽ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ ഇരുന്ന് കഴിക്കുക. ഇതാണ് ഡ്രൈ ഫ്രൂട്ടിൻ്റെ പായസം കേട്ടോ. ഞാൻ കുടിച്ചു നോക്കി, സത്യം പറയാലോ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഡ്രൈ ഫ്രൂട്ട് പായസം എന്ന് വെച്ചാൽ എന്താ, അതിനൊരു നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാല്യൂ ഇതിൽ കിട്ടിയില്ല. കാരണം വെച്ചാൽ ഇതൊരു വെറും വെള്ളം ഇതിലിങ്ങനെ മുറിച്ച് കഴിക്കുക, നമ്മളൊരു എന്താ പറയുക ആപ്പിൾ മുറിച്ചിട്ട ജ്യൂസ് പോലെ എന്നുള്ള ലെവലിൽ. അപ്പോൾ എന്തായാലും പോയി കഴിച്ചു നോക്കിക്കൊണ്ട്. ഈ സംഭവം കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള സാധനങ്ങളൊക്കെ ഞാൻ 2 എണ്ണം കഴിച്ചു നോക്കി. ഇനി വയറിനൊരു എന്താ പറയുക, വയറ് നിറഞ്ഞപ്പോൾ പിന്നെ വല്ല അവിടെ നിന്ന് സ്കൂട്ടായത്. ഞാൻ അടുത്ത പോക്കിൽ കഴിക്കണം എന്നുണ്ട്. പക്ഷേ മധുരമായതുകൊണ്ട് കഴിക്കാൻ കഴിയൂല. അപ്പം എന്തായാലും നല്ല ഒരു എന്താ പറയുക ആംബിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സെറ്റപ്പ് കേട്ടോ. ഇപ്പം മറക്കേണ്ട സ്പോട്ട് നമ്മുടെ താനൂർ തിരൂർ റൂട്ടിലെ നമ്മുടെ നടക്കാവിൽ കേട്ടോ. അവിടെ അടിപൊളി ഒരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ കുറച്ച് സൈഡിലായിട്ട് ആ പള്ളിയെ നോക്കിയിട്ട് പായസം അങ്ങനെ കഴിക്കുക. അതാ രസം. ആ കാലാവസ്ഥ പൊളിച്ച്. ഞാൻ 3-4 വട്ടം പറയുന്നുണ്ട്. അപ്പോൾ വന്ന് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കമൻ്റ് ആക്കിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഹൈപ്പ് ചെയ്യാം.